വിലങ്ങാട് ഉരുൾപൊട്ടലിന് പിന്നാലെ കടുത്ത വരൾച്ചയിൽ ഉരുകുകയാണ് പ്രദേശം. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ രൂക്ഷമായിടത്ത് പരിഹരിക്കാൻ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. വേനൽ കടുക്കുന്നതിനനുസരിച്ച് ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് കനത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്നും നാട് കരകയറുന്നതിനിടെയാണ് മലയോരം വരൾച്ചയുടെ പിടിയിലമരുന്നത്. കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് മയ്യഴിപ്പുഴയുടെ പ്രഭവ കേന്ദ്രം പോലും പറ്റിവരേണ്ടത്. ഇവിടെയുള്ള എല്ലാവരുടെയും പ്രധാന ഒരു ജലസ്രോതസ് എന്ന് പറയുന്നത് ഈ പുഴകളുമായിരുന്നു, അതുപോലെ തോടുകളൊക്കെ ആയിരുന്നു. ഈ ഉരുൾപൊട്ടിയതിനു ശേഷം അവർ ഈ സ്രോതസ്സുകളെല്ലാം നശിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓരോരുത്തരാണേലും ഇപ്പം ചിലപ്പോൾ കാടുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്നൊക്കെ ഓസിട്ടുകൊണ്ടാണ് വെള്ളമൊക്കെ ഇങ്ങോട്ട് എടുക്കുന്നത് തന്നെ. പ്രഭവ കേന്ദ്രങ്ങളായ പുല്ലുവ, മലയങ്ങാട് പുഴകളാണ് വറ്റിയത്. കഴിഞ്ഞ ജൂലൈ 30 ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ച പുഴകളിൽ ഡിസംബറിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു. ഉരുൾപൊട്ട് കഴിഞ്ഞ പിന്നെ വെള്ളം തീർത്തും കുറഞ്ഞുപോയി. വെള്ളത്തിന് ഒഴുക്ക് ഇല്ല, അടിയൊഴുക്ക് പോലെ ലേശം വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ യോഗ്യ അല്ലാത്ത വെള്ളമായി. വടകര ബീച്ച് ഭാഗം ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നാണ്. പുഴ വറ്റിയതോടെ ബണ്ടിലേക്കുള്ള നീരൊഴുക്ക് ഇല്ലാതായി. ബണ്ടിന് താഴെയുള്ള ഭാഗങ്ങളിലും ജലവിധാനം കുറഞ്ഞു. മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. വരൾച്ചയിൽ നിന്ന് പ്രദേശത്തെ കരകയറ്റാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.